ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അഗ്രേ പശ്യാമി തേജോ വിവിധതരകണായ വലീലോഭനീയം പീയൂഷപ്ലാവിതോഹം തദരുതരുദരേ ദിവ്യകൈശോരവേഷം. നമ്മുടെ കരയോഗ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ നായർ സാർ മാതൃസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യന്തം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് അത് വിജയത്തിലെത്തിക്കാൻ എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്ന ശ്രീ രാജേന്ദ്രൻ സാറിന് മാതൃസമിതിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ മാതൃസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന കരയോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സാറിനും മാതൃസമിതിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കരയോഗം പ്രതിനിധികൾക്കും അംഗങ്ങൾക്കും വനിതാ സമാജ പ്രതിനിധികൾക്കും അംഗങ്ങൾക്കും മാതൃസമിതി പ്രതിനിധികൾക്കും അംഗങ്ങൾക്കും മാതൃസമിതിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. വിജയം കൊയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ന് ഇവിടെ അന്ന് 35 അംഗങ്ങളുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഇന്നത് 115 അംഗങ്ങൾ ഇവിടെ മാതൃസമിതിയിലുണ്ട്. മാതൃസമിതിയുടെ അംഗങ്ങൾ മിക്കവാറും എല്ലാം NSS കുടുംബങ്ങളിലുള്ള കരയോഗ കുടുംബങ്ങളിലുള്ള ആളുകളാണ്. എന്നാലും അതിന് പുറമേ നിന്നും നമ്മൾ ആളുകളെ ഇതിൽ ചേർത്തിട്ടുണ്ട് ചില നിബന്ധനകൾക്ക് വിധേയമായി. അവരെല്ലാം തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നില്ല. എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടിയും അർപ്പണബോധത്തോടുകൂടിയും വളരെ ആത്മാർത്ഥമായ വേദജപം ക്ഷേത്രത്തിൽ മുടങ്ങാതെ നടത്തി വരുന്നു. ഇതിനു പുറമെ പൗർണമിക്കും ശ്രീ ലളിതാ ത്രിശതി നാമാവലി അർച്ചനയും നെയ്വിളക്ക് സമർപ്പണവും നടത്തി വരുന്നു. എല്ലാ മാസവും ദേവിയുടെ തിരുനാളായ ചിത്തിര ദിവസം ദേവി മഹാത്മ്യ പാരായണവും അന്നദാനവും നടത്തിയത് സെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ അങ്ങോട്ട് വായിച്ചു വന്നപ്പോൾ വായിച്ചിട്ടും തീരുന്നില്ല. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ മാതൃസമിതിക്കാർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിശയിച്ചുപോയി. ഞാൻ വെറുതെ എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ പ്രശംസിക്കാൻ വേണ്ടി പറയുന്ന ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കരയോഗത്തിലെ എല്ലാ വനിതാ സമാജത്തിലും അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം മാതൃസമിതി വേറെയും കാണും, പല സമാജങ്ങളിലും ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത്രയും പ്രവർത്തനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും കാണുകയില്ല. ഞാൻ ഇറങ്ങാൻ നേരത്തെ ഈശ്വരിമ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിചാരിക്കുന്ന പോലത്തെ ഒരു മാതൃസമിതി അല്ല, അവിടെ ഒരുപാട് അംഗങ്ങളുണ്ട്, എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് കെയർഫുള്ളായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാനൊരു വായുപോയ കോടാലി പോലെയാണ്, പറയുമ്പോൾ കൺട്രോളൊന്നും വരത്തില്ല, എല്ലാം അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ മാതൃസമിതി എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് സ്ത്രീകൾ മാത്രമേ കാണും, എന്ത് വിളിച്ച് പറയാം എന്നും പറഞ്ഞാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പുരുഷ കേസരികളെല്ലാം 5-6 പേരങ്ങനെ ഇരിക്കുവാണ്. അതുകൊണ്ട് അല്പം ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും മാതൃസമിതിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾ അമ്പലത്തിന്റെ ഉന്നമനത്തിനായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതെല്ലാം മാതൃസമിതി അംഗങ്ങൾ ചെയ്യുന്നതാണ്. അമ്പലത്തെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് ഭജന നടത്തുന്നു, അത് നല്ല കാര്യമാണ്. അത് അനുസൃതമായി വിലയിരുത്തുകയും ചെയ്തു. ഇതിൽ ഓരോരുത്തർക്കും കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും സമ്മാനാപനം ചെയ്തു.